നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ സിനിമാ പ്രവർത്തകരുടെ മൊഴിയെടുക്കും. നടൻ ബോബി കുര്യനെയും അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയെയും ചോദ്യം ചെയ്യും. ഇരുവരും രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം അതിക്രമം നടന്ന കാരവൻ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കാരവന് ഉള്ളിൽ CCTV ഇല്ല. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ശ്രമം. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും മറ്റന്നാൾ കോടതി പരിഗണിക്കും. ഈ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഡാനി ഇപ്പോൾ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കാരവനാണ്. അതിൽ CCTV ഇല്ല എന്നതാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ശക്തമായ തെളിവായി അത് മാറുമായിരുന്നു. ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള തെളിവുകളും വിവരങ്ങളുമാണ് ശേഖരിക്കാൻ ശ്രമിക്കുന്നത്? ഇതിൽ പ്രധാനമായും തന്നെ അന്ന് സെറ്റിൽ ഉണ്ടായിരുന്ന താരങ്ങൾ, അതോടൊപ്പം തന്നെ സാങ്കേതിക പ്രവർത്തകർ എന്നിവരുടെ ഒരു പ്രാഥമിക വിവരശേഖരണം അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ഇവരുടെ കൂടി മൊഴി ഈ കാര്യത്തിൽ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ കാരവനിലേക്ക് ഇവർ പറയുന്ന സമയം, നടി പറയുന്ന സമയവും കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരവനകത്ത് സ്വാഭാവികമായും CCTV ഉണ്ടാകുന്നത് അങ്ങനെ പതിവില്ലാത്തൊരു കാര്യമാണ്. തീർത്തും സ്വകാര്യമായൊരു ഇടപെട രീതിയിൽ തന്നെയാണല്ലോ കാരവനെ. കാരണം ഇത് മറ്റ് ആരെങ്കിലും നൽകുന്ന കാരവനായിരിക്കും, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന കാരവൻ, അങ്ങനെയൊക്കെയാണ് പലയിടങ്ങളിലും തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ CCTV അതിന് പുറമേയുള്ള ദൃശ്യങ്ങൾ ചെയ്യുന്നതിന് CCTV അതിൽ ഉണ്ടാകും. അപ്പോൾ അതിനകത്തേക്ക് കയറിപ്പോയത് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. കാരവനകത്തുള്ളത് ലഭ്യമല്ല, അതിൽ പുറമേയുള്ള ക്യാമറകളിലുള്ള CCTV ദൃശ്യങ്ങൾ പരമാവധി കണ്ടെടുക്കുക എന്നതാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇത് വളരെ പഴയതല്ലാത്ത പരാതിയാണ്. കാരണം നേരത്തെ രഞ്ജിത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ വളരെ കാലതാമസമുള്ള പരാതികളായിരുന്നു. അതിലേക്ക് തെളിവ് സമാഹരണം അടക്കമുള്ള കാര്യങ്ങൾ തീർത്തും ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. വളരെ പരാതി വന്ന വളരെ പെട്ടെന്ന് നടപടിയെടുത്ത ഒരു കേസാണിത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വലിയ താമസം വേണ്ടി വരില്ല എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാരവനടക്കം കണ്ടെത്താൻ സാധിച്ചത്. ഒപ്പം തന്നെയും ഇനിയുള്ളത് CCTV ദൃശ്യങ്ങളടക്കം കണ്ടെത്തുക, പുറമേയുള്ള ദൃശ്യങ്ങളടക്കം കണ്ടെത്തുക, സമീപത്ത് മറ്റ് ലഭ്യമായ CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കുക എന്നതാണ്. മറ്റൊന്ന് ഈ സെറ്റിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. സെറ്റിലുണ്ടായിരുന്ന സാങ്കേതിക വിദഗ്ധരും നടീനടന്മാരും ഉൾപ്പെടെയുള്ളവരെയും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് ചോദ്യം ചെയ്യും. അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. കാരണം ഈ പരാതിക്ക് അനുബന്ധമായ ആനുപാതികമായ തെളിവുകൾ, അത്തരം കാര്യങ്ങൾ, ഈ സമയവും കാര്യങ്ങളും എല്ലാം തന്നെ ഒന്നുകൂടി പോലീസ് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അത്തരം തെളിവുകൾ കൂടി, അത്തരം മൊഴികൾ കൂടി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. ഇതിൻ്റെ ജാമ്യ ഹർജി ശനിയാഴ്ചയാണ് പരിഗണിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് അതിനെ എതിർക്കുകയും ചെയ്യും. പ്രോസിക്യൂഷൻ അത്തരം വാദങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ഈ തെളിവുകളടക്കം വളരെ ഉപകാരപ്പെടും. കാരണം ഈ സാക്ഷിമൊഴികൾ, അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഈ നടിയുടെ പരാതി സാധൂകരിക്കുന്ന, അതല്ലെങ്കിൽ ഈ അവിടെ ആളുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സാധൂകരിക്കുന്നതിനെല്ലാം തന്നെ സഹായകമാകും. അപ്പോൾ അത്തരം തെളിവുകൾ കൂടി കോടതിക്ക് മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി പരിശോധിക്കുകയും ചെയ്യും. മറ്റൊന്ന്, രഞ്ജിത്തിനെതിരെ നേരത്തെ വന്നിരിക്കുന്ന പരാതികൾ അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ സാഹചര്യമാണ്. കാരണം ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള പരാതി രഞ്ജിത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കോടതിക്ക് മുന്നിലേക്ക് വരികയും ചെയ്യും. നേരത്തെ കോടതിക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ കൂടി വന്നിരുന്നു. ഈ രീതിയിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, ഇതിനു മുന്നും ഇതേപോലുള്ള പരാതികൾ വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി കോടതി പരിഗണിക്കുകയും ചെയ്യും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അടിയന്തരമായ നീക്കങ്ങൾ തന്നെയാണ് നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അന്ന് രഞ്ജിത്തിനെ ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാറിലൊപ്പമുണ്ടായിരുന്ന ഒരു നടനെയും സഹസംവിധായകയും പോലീസ് ഇപ്പോൾ കരുതുന്നത്. അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഏതെങ്കിലും രീതിയിലുള്ള അറിവുണ്ടായിരുന്നോ? രഞ്ജിത്ത് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നറിഞ്ഞിട്ടും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന രീതിയിലായിരുന്നോ ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവിടെ ഡാനി സൂചിപ്പിക്കുന്നത് പോലെ ഇവർ ഈ ഒളിത്താവളമടക്കം ഒരുക്കി നൽകാൻ ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണല്ലോ. അതായത് പരാതി പോലീസിന് ലഭിച്ചു എന്ന കാര്യം രഞ്ജിത്ത് മനസ്സിലാക്കുകയും അതിനുശേഷം രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ കൃത്യമായി ഇങ്ങനെയൊരു പരാതിയുണ്ട് എന്ന അറിവോടുകൂടി തന്നെ ഇവർ രഞ്ജിത്തിന് ഒളിച്ചിരിക്കാനുള്ള ഇടം ഒരുക്കിയിരുന്നു എന്ന സൂചനയിലേക്കാണോ എത്തുന്നത്? ആ രീതിയിലാണ് പോലീസ് കാണുന്നത്. അങ്ങനെ ഒരു നിഗമനം പോലീസിനുണ്ട്. ഇവരെവിടേക്കാണ് പോയിരുന്നത്? അവർ മാത്രമാവില്ല എങ്കിൽ അവർക്ക് ഈ ഒളിയിടങ്ങൾ ഏർപ്പാട് ചെയ്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ എത്തിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ ഒരു ശൃംഖല ഇതിനൊപ്പം തന്നെ ഉണ്ടാകാമെന്ന് പോലീസ് കരുതുന്നു. സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് ഇവർക്ക് വിപുലമായ ബന്ധങ്ങളുള്ള ഒരാളാണ് രഞ്ജിത്ത് എല്ലാം തന്നെ. അപ്പോൾ അവർക്ക് ഈ പോലീസിൻ്റെ പിടിയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക, കോടതിയിലേക്ക് മുൻകൂർ ജാമ്യമോ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു നീക്കങ്ങൾ നടത്തുമ്പോൾ ഈ ഒരു ഒളിയിടത്തിൽ നിന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് ഈ ഒഴിവ് ദിവസങ്ങളെല്ലാം തന്നെ വരുമ്പോൾ ഈ സമയത്തേക്ക് അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒളിയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഏതെങ്കിലും രീതിയിലുള്ളൊരു ആസൂത്രണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും കുറ്റകരമായ ഗൂഢാലോചന തന്നെയാണ്. അതിന് വളരെ ഗുരുതരമായ വകുപ്പുകൾ തന്നെയുള്ള ഒരു ഇടപെടലാണത്. അങ്ങനെയെങ്കിൽ ഈ സഹായിച്ചവരെല്ലാം തന്നെ ഇതിൽ പ്രതികളാകും. ഇവരെ കാറിൽ കൊണ്ടുപോയി, രഞ്ജിത്തിനെ കാറിൽ കൊണ്ടുപോയിരുന്നവർ, ഒപ്പം തന്നെ ഒളിയിടങ്ങൾ നൽകാനായിട്ട് ഏതെങ്കിലും രീതിയിൽ ശുപാർശയോ മറ്റ് തയ്യാറെടുപ്പോ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അവരെല്ലാം ഈ കേസിൻ്റെ ഭാഗം കൂടിയായി മാറുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും വരും ദിവസങ്ങൾ മാത്രമായിരിക്കും അതിനെക്കുറിച്ച് ഒരു കൃത്യമായ വിവരം ഈ ഒരു ഉറപ്പിച്ചുകൊണ്ട് പറയാനായിട്ട് സാധിക്കുക. നിലവിൽ കഴിഞ്ഞ ദിവസം DCP അശ്വതി ജിജി പറഞ്ഞത് ഇവരെ കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകുമെന്ന സൂചന തന്നെയാണ് അവർ നൽകിയത്. കാരണം ഇവർ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവർ കൂടി ഇതിൽ പ്രതികളാവുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന് DCP പറയുകയുണ്ടായി. അപ്പോൾ ആ മേഖല കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പോലീസിൻ്റെ അന്വേഷണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കൂടുതൽ മൊഴിയെടുക്കലും ഇവരെ കൂടി ചോദ്യം ചെയ്യലും എല്ലാം തന്നെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അവരെ പ്രതി ചേർക്കുന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാകുക. അവിടെ ഡാനി ഒരു കാര്യം കൂടിയുള്ളത്, ഇതിപ്പോൾ ഈ വണ്ടൻമേട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ഈ നടന് ബോബിക്ക് വണ്ടൻമേട്ടിലെ റിസോർട്ടുകളുമായൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം ഈ കാരവാനിൽ വെച്ചാണ് ലൈംഗികാതിക്രമം ഉണ്ടായത് എന്നുള്ളതാണല്ലോ. ഈ ലൈംഗികാതിക്രമം നടക്കുന്ന സമയത്ത് ഈ ശാലിനി ആ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളും വരുന്നതായി ചില റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അത്തരം സംശയങ്ങൾ കൂടി പോലീസിനുണ്ടോ? ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. ഈ സഹസംവിധായിക, അതോടൊപ്പം തന്നെ നടൻ, ഇവർക്കെല്ലാം ഈ ക്രൈമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സഹായകരമായ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ, അതിനുശേഷം രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഇവരുടെ പങ്ക് എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും അവിടെ നിന്ന് ഒളിപ്പിച്ച് കടത്തുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് പോലീസ് ഒരുക്കിയ സന്നാഹങ്ങൾ കൃത്യമായി രഞ്ജിത്തിനെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു പോലീസ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് പോകാനായിട്ട് ഇവർക്ക് കഴിയാതിരുന്നതും കൃത്യമായി അവരെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് നീക്കം നടത്താൻ കഴിഞ്ഞതുമെല്ലാം. അപ്പോൾ ഇതിനെല്ലാം തന്നെ വിവരം നൽകിയിരുന്നവർ എവിടേക്കെങ്കിലും രഞ്ജിത്തിനെ മാറ്റാനായിട്ട് മറ്റ് ഏതെങ്കിലും റിസോർട്ടോ മറ്റ് കാര്യങ്ങളിലേക്കോ മാറ്റാനായിട്ട് സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നതിലെല്ലാം തന്നെ ഇവരുടെ പങ്ക് ഒന്നുകൂടി പോലീസിനെ ചോദ്യം ചെയ്ത് മൊഴിയെടുക്കലും അടക്കം പോലീസിനെ ബോധ്യപ്പെടുകയും അങ്ങനെയെങ്കിൽ ഇവരുടെ എല്ലാം പങ്ക് സ്ഥിരീകരിച്ചാൽ കൃത്യമായും അവരെല്ലാം തന്നെ പ്രതികളാവുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുമാത്രവുമല്ല, അവർക്ക് പുറമേയും മറ്റുള്ളവർ കൂടി ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. ഈ രണ്ടുപേർ മാത്രമാകില്ല അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളാകുക. ഒളിയിടങ്ങൾ ഒരുക്കി കൊടുക്കാൻ ശുപാർശ ചെയ്തവരും ഒരുക്കി കൊടുത്തവരും അതിനുവേണ്ടി കൊണ്ടുപോയവരുമെല്ലാം തന്നെ നിലവിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇവർ കൂടി പ്രതികളാകുമോ എന്നത് അറിയാനായിട്ട് സാധിക്കും. ഒപ്പം അവസാനിപ്പിക്കും മുമ്പ് ഡാനി, ഇതിലിപ്പോൾ ഈ നിയമ നടപടികൾ നേരിടുകയാണ് രഞ്ജിത്ത് എന്നതാണ്. ഇനിയിപ്പോൾ ജാമ്യം ഉൾപ്പെടെയുള്ള മറ്റു നടപടികൾ, അതായത് എത്രയും പെട്ടെന്ന് ഈ അവധി ദിനങ്ങൾ കഴിഞ്ഞാൽ കോടതിയടക്കം സമീപിച്ചുകൊണ്ട് ജാമ്യത്തിലിറങ്ങുവാനുള്ള ശ്രമവും ഊർജിതമല്ലേ?
ജാമ്യത്തിൽ ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അന്ന് തന്നെ ഇപ്പോൾ സബ് ജയിലിലേക്ക് മാറ്റുമ്പോൾ തന്നെ അഭിഭാഷകരുടെ എല്ലാം തന്നെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളിലേക്ക് പോകുന്നുണ്ട്. രഞ്ജിത്ത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഈ കേസ് തെളിയും എന്ന് വളരെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. കാരണം അന്ന് രഞ്ജിത്തിനെ കോടതി മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം പിന്നീട് സബ് ജയിലിലേക്ക് മാറ്റുന്നു. അപ്പോഴെല്ലാം തന്നെ അദ്ദേഹം കേസിനെ നേരിടുമെന്ന രീതിയിൽ തന്നെയായിരുന്നു രഞ്ജിത്ത് പറയുന്നത്. രഞ്ജിത്തിൻ്റെ അഭിഭാഷകന്മാർ ഇതിൽ തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ കേസിനെ നേരിടുക എന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കം നടത്തുന്നത്. പ്രതിഭാഗം നീക്കം നടത്തുന്നവർക്ക് ഒരു വലിയ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ അത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലെടുത്തിരിക്കുന്ന കേസുകളും അതിൻ്റെ ഒരു സ്വഭാവവും അല്പം കടുപ്പമുള്ളത് തന്നെ, അല്പമല്ല നല്ല കടുപ്പമുള്ള കാര്യം തന്നെയാണ്. അതിനെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അതിൽ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ പോലീസിന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ തെളിവുകൾ സമാഹരിക്കാൻ എല്ലാം തന്നെ കഴിയുകയും വേണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ തെളിവുകളോടും കൂടി തന്നെയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഈ ചലച്ചിത്ര മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുന്ന ഒരാൾ. അപ്പോൾ ഈ കേസ് തിരിച്ചടിയാവുന്നെങ്കിൽ അത് പോലീസിന് തന്നെ വലിയ ക്ഷീണമാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. സർക്കാരിനെ തന്നെയും അത്തരം കാര്യങ്ങൾ ബാധിക്കുകയും ചെയ്യും. ഈ ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയുമില്ലാതെ നടത്തി തങ്ങൾ കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ഇങ്ങനെയൊരു അറസ്റ്റ് നടത്തിയിരിക്കുന്നത് എന്നത് തെളിയിക്കാനുള്ളൊരു ബാധ്യതയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുകയാണ് കേരള പോലീസ്. നടൻ, സംവിധായകൻ, അതോടൊപ്പം തന്നെ നിർമ്മാതാവ്, അങ്ങനെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ആളായിരുന്നു രഞ്ജിത്ത്. മാത്രവുമല്ല, ഇങ്ങനെയുള്ള രഞ്ജിത്തിന് നേരത്തെയും ഇത്തരം സമാനമായ പരാതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ കൃത്യതയോടുകൂടിയുള്ള നീക്കം ആണ് നടത്തിയത്. രഞ്ജിത്തിന് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ നൽകാതെ തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു. അതേസമയം രഞ്ജിത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള ശ്രമം ആണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാനി പോൾ നൽകിയത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ 3 ആഴ്ച കൂടി തുടരും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം US വിജയിച്ചു കഴിഞ്ഞു. ഇറാനെ സൈനികമായി തകർത്തുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കയുമായി ധാരണയിലെത്താൻ തയ്യാറായില്ല എങ്കിൽ ഇറാനെ ശിലായുഗത്തിന് സമാനമായ അവസ്ഥയിൽ എത്തിക്കുമെന്നും പ്രസിഡന്റ് ഭീഷണി മുഴക്കി. We are in this military operation so powerful, so brilliant against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. This is a true investment in your children and your grandchildren's future. The whole world is watching and they can't leave the power, strength, and brilliance. They just can't believe what they're seeing. They leave it to your imagination, but they can't believe what they're seeing. The brilliance of the United States military. Tonight, every American can look forward to a day when we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America and the world. And I'll tell you, the world is watching. And when we do, when it's all over, the United States will be safer, stronger, more prosperous, and greater than it has ever been before. May God bless the men and women of the United States Armed Forces, and may God bless. അതേസമയം അമേരിക്കയുടെ ആക്രമണങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നാണ് ഇറാന്റെ മറുപടി. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, ഈ യുദ്ധം അവസാനിക്കുന്നില്ല, മറിച്ച് യുദ്ധം തുടരുക തന്നെ എന്നതാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന പ്രതികരണം. അത്തരം ആക്രമണങ്ങളെ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് ഇറാനും മറുപടി നൽകുമ്പോൾ സംഘർഷം ഇനിയും രൂക്ഷമാകും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ 19 മിനിറ്റ് നീണ്ടുനിന്ന ട്രംപിൻ്റെ പ്രസംഗത്തിൽ ഒന്നും തന്നെ ഈ യുദ്ധം അവസാനിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ അദ്ദേഹം നൽകുന്നില്ല. പകരം ഈ യുദ്ധം ഒരു 3 ആഴ്ച കൂടി നീളും എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതായത് ഇപ്പോൾ ഈ യുദ്ധം അമേരിക്ക വിജയിച്ചു കഴിഞ്ഞു. മുൻപുണ്ടായ പല യുദ്ധങ്ങളും വർഷങ്ങളോളം നീണ്ടു നിന്നതാണ്. അതായത് വിയറ്റ്നാം യുദ്ധം 19 വർഷം നീണ്ടു നിന്നു. അതുപോലെ ഇറാഖിനെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധം 8 വർഷം നീണ്ടതാണ്. ലോകമഹായുദ്ധങ്ങൾ 5-6 വർഷം
വർഷങ്ങൾ നീണ്ടുനിന്നു. എന്നാൽ ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നിലവിലെ പോരാട്ടം വെറും 32 ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ അമേരിക്ക പൂർണ്ണമായിട്ടും വിജയം കൈവരിച്ച് കഴിഞ്ഞു എന്നതാണ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. അമേരിക്ക ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഇറാനിൽ നടന്നു കഴിഞ്ഞു. ഇറാന്റെ നേതൃനിരയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിച്ചു. ഇതിലൂടെ അവിടെ ഒരു ഭരണമാറ്റം വന്നു. അതുപോലെ ഇറാന്റെ എല്ലാവിധ മിസൈൽ ഫെസിലിറ്റികളും തങ്ങൾ നശിപ്പിച്ചു. ആണവ സംവിധാനങ്ങളെ B-2 ബോംബറുകൾ ഉപയോഗിച്ച് തകർത്തു. സൈനിക പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം ഞങ്ങൾ നിഷ്പ്രഭമാക്കി എന്നെല്ലാമാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നത് ഇറാനുമായി ഒരു കരാറിലെത്താനുള്ള ചർച്ചകൾ തങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അമേരിക്കയുമായി ധാരണയിലെത്താൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. ഇറാനെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്ന് എല്ലാം അദ്ദേഹം ഭീഷണിയും മുഴക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഇറാന്റെ പവർ പ്ലാന്റുകളെ തങ്ങൾ ആക്രമിക്കുന്നില്ല. ഇറാൻ ഒരു കരാറിലെത്താതെ വന്നാൽ തങ്ങൾ പവർ പ്ലാന്റുകളെയും ലക്ഷ്യമിടും എന്നതാണ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ട്രംപ് കൈകഴുകി അതിൽ നിന്ന് ഒന്ന് പിന്മാറുന്ന അവസ്ഥയുമുണ്ട്. അതായത് ട്രംപ് നിലവിൽ ഹോർമുസിന്റെ കാര്യത്തിൽ പറയുന്നത് അമേരിക്ക പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്ക് തങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുവഴി ഗതാഗതം നടത്തുന്ന, അതുവഴി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ വേണം ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കാൻ എന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാതെ ഇപ്പോൾ സൗദി അറേബ്യയും അതുപോലെ റഷ്യയും ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ അമേരിക്കയും അതുപോലെ തന്നെ വെനസ്വേലയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാമെന്നും ട്രംപ് തൻ്റെ ഒരു സംസാരത്തിൽ പറയുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ സാധിക്കാത്തവർക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് വാങ്ങാം എന്നാണ് ട്രംപ് നിലവിൽ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഇറാനെതിരെയുള്ള തങ്ങളുടെ ഒരു സൈനിക നീക്കത്തിന്റെ ലക്ഷ്യം ഒരിക്കലും ക്രൂഡ് ഓയിൽ അല്ല എന്നും ട്രംപ് പറയുന്നു. ഇത് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ ഒരു നീക്കമാണ് എന്നതാണ് ട്രംപിന്റെ ഒരു വാദം എന്ന് പറയുന്നത്. ഇതിൽ ഇറാന്റെ മറുപടിയും നിലവിൽ വന്നിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയിയാണ് അമേരിക്കയ്ക്ക് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇറാൻ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും വച്ചു പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ്. അമേരിക്ക എപ്പോഴും ആദ്യം അവർ സംഘർഷത്തിൽ ഏർപ്പെടും, അതിനുശേഷം വെടിനിർത്തൽ പ്രഖ്യാപിക്കും, പിന്നീട് സമാധാന ചർച്ചകൾ ഉണ്ടാകും. എന്നാൽ പിന്നീട് അവർ വീണ്ടും ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇത്തരമൊരു ചക്രം നിരന്തരമായി അമേരിക്കയുടെ വിഷയത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്മായിൽ ബഗേയി പറയുന്നത്. ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകും, ആക്രമണങ്ങൾ സഹിച്ചു നിൽക്കില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യ വക്താവും നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്. യെസ്, അന്താരാഷ്ട്ര വിപണികളിൽ എന്തായാലും ഈ യുദ്ധത്തിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന സൂചനയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ വിപണികളിൽ വലിയ ഉണർവ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. ട്രംപ് പറഞ്ഞത് യുദ്ധം തുടരുമെന്നാണ്. അങ്ങനെ യുദ്ധം തുടർന്നാൽ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് ഇറാനും പറയുമ്പോൾ വിപണികൾ കുത്തനെ ഇടിയുകയാണ്. ഇന്ന് വിപണികളിൽ വലിയ ഇടിവാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വാസമുട്ടലിന് കുത്തിവെപ്പെടുത്ത 9ാം ക്ലാസ്സുകാരിക്ക് വിരലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു എന്ന് പരാതി. തിരുവനന്തപുരം പെരിങ്ങമല കാണിക്കാംകുറ്റിയിലാണ് ഈ സംഭവം. ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുത്ത ശേഷമാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. നിലവിൽ പരസഹായം ഇല്ലാതെ നടക്കാനാകുന്നില്ല എന്നും ഇത് കാരണം അവസാന വർഷത്തെ 2 പരീക്ഷകൾ എഴുതാൻ സാധിച്ചില്ല എന്നും കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു. 28-ാം തീയതി രാത്രി കുഞ്ഞിനെ ശ്വാസമുട്ടൽ കൂടി ശാന്തിവിള നേമം താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ഡ്യൂട്ടി ഡോക്ടർ കൊച്ചിന് നെബുലൈസേഷനും പിന്നെ ഇഞ്ചക്ഷനും കൊടുത്തായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്ത ശേഷം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേഹം വിറച്ച്, ചുണ്ടൊക്കെ വിറച്ചു വിടാം, ദേഹം മൊത്തം വിറച്ച് നടക്കാൻ പറ്റുന്ന അവസ്ഥ. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ പറഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവർ അത് പറഞ്ഞ് ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ടിരിക്കും, കുഴപ്പമില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ചോദിച്ചു എന്തെങ്കിലും വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചോദിച്ചിട്ടും സാരമില്ല. പിറ്റേ ദിവസം രാവിലെ സ്കൂൾ എക്സാം എഴുതാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ വെച്ച് വീണ്ടും കുഴഞ്ഞു വീഴുന്നു. തിരിച്ച് വീണ്ടും നേമം താലൂക്ക് ആശുപത്രിനെ കൊണ്ട് കാണിച്ച സമയത്ത് അവരുടെ ചികിത്സാ പിഴവല്ല. ഞങ്ങളത് വ്യക്തമായിട്ട് OP ടിക്കറ്റ് മുഖേന കാണിച്ചിട്ടും അവർ നമ്മളത് തിരിച്ച് ആർഗ്യുമെന്റ് ചെയ്ത് നമ്മുടെ അടുത്ത് സംസാരിച്ചു. പക്ഷെ നമ്മുടെയൊക്കെ ഒരു കറക്റ്റ് ചികിത്സ തരാതെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നാണ് അവർ നിർദ്ദേശിച്ചത്. നമുക്കൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ നമ്മൾ തന്നെ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകുന്ന സമയത്തും കുട്ടിയുടെ ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്നിരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ നേരെ കൊണ്ടുപോയി പിന്നെ സർവത്ര ടെസ്റ്റ് നടത്തിയിട്ടും ഒരു ടെസ്റ്റിലും എക്സ്റേ ECG എല്ലാം എടുത്തിട്ടും ഒന്നിനും ഒരു കുഴപ്പമില്ല.
അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞത് ഈ നമ്മുടെ ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമായിരിക്കും. പൊട്ടാസ്യം ലെവൽ കുറഞ്ഞിരിക്കും. ആ പൊട്ടാസ്യം ലെവൽ കുറഞ്ഞതുകൊണ്ട് ഇപ്പം ഡ്രഗ് അലർജി ആയതുകൊണ്ട് ഇനി പെട്ടെന്നൊരു മെഡിസിൻ എടുക്കാൻ കുട്ടിക്ക് പറ്റില്ല. അതുകൊണ്ട് പൊട്ടാസ്യം അടങ്ങിയ ഫുഡ് കഴിച്ച് 2-3 ദിവസം റെസ്റ്റ് എടുക്കുമ്പോൾ ഇതൊന്ന് മാറുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കൈവിരലും മൊത്തം മടങ്ങി, രണ്ട് കൈ മടങ്ങി, കാലും നീരായി, അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി, നടക്കാനും പരസഹായം നടക്കാൻ. അരുൺ മോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ എന്താണ് എടുത്തത് എന്ന് വ്യക്തതയുണ്ടോ? ഇപ്പോൾ എത്ര ദിവസമായി ഇത് പ്രശ്നമായി നിൽക്കുന്നു? ഇതിന് പരിഹാരമുണ്ടോ? മറ്റ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഇവർ വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. ഈ പറഞ്ഞ കഴിഞ്ഞ 28-ാം തീയതിയായിരുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെങ്ങാനൂർ മലങ്കര സ്കൂളിലെ 9ാം ക്ലാസ് കാര്യമാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. 28-ാം തീയതി ശ്വാസമുട്ടലിനെ തുടർന്ന് അമ്മ ലിജിയോടൊപ്പമായിരുന്നു ഈ കുട്ടി ഈ പറയുന്ന നേമത്തെ സർക്കാർ ആശുപത്രി എത്തുന്നത്. താലൂക്ക് ആശുപത്രിയാണ്. അവിടെ എത്തി ഡോക്ടറെ കാണുന്നു. തുടർന്ന് ചികിത്സ ആരംഭിക്കുകയും ഒരു ഇഞ്ചക്ഷൻ നൽകുകയും വിടുകയും ചെയ്തു. എന്നാൽ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. കാരണം പരീക്ഷാ കാലമാണ്. പോയ സമയത്തായിരുന്നു കുട്ടിക്ക് അബോധാവസ്ഥ വരുന്നു. തുടർന്ന് വീട്ടുകാരുടെയും അധ്യാപകരുടെയും സഹായത്തോടെ വീണ്ടും ആശുപത്രിയിൽ തന്നെ എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ച് പറഞ്ഞിരുന്നെങ്കിലും അവർ അതിനെ കാര്യമായി ചെവിക്കൊണ്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് ആദ്യം ഉന്നയിക്കുന്നത്. തുടർന്ന് അവരുടെ സ്വന്തം റിസ്കിൽ തന്നെ പറയുന്ന അവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശപ്രകാരം സ്വന്തം റിസ്കിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ എത്തി ചികിത്സ നൽകിയപ്പോഴായിരുന്നു ഡോക്ടർമാർ പറയുന്നത്, വിവിധ പരിശോധന നടത്തിയപ്പോൾ പറയുന്നു, ഇഞ്ചക്ഷൻ എടുത്തതിലുള്ള തകരാറാവാം ഈ കാരണം. മറ്റ് പ്രാഥമികമായ ഒരു പരിശോധനയിൽ മറ്റ് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇഞ്ചക്ഷനിൽ ഉണ്ടാകാതിരിക്കാം. ഇത് പൊട്ടാസ്യം താഴ്ന്നതായിരിക്കാം ഇതിന് കാരണം. ഇത് റെസ്റ്റ് എടുത്താൽ പോകും, അല്ലെങ്കിൽ ഇത് ഭേദമാകും എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു നിന്നത്. എന്നാൽ ഇപ്പോഴും ഗൗരവമായ ഒരു വിഷയം, കുട്ടിയുടെ കൈകാലുകൾക്ക് ഒപ്പം മുട്ടിൽ തുടങ്ങിയ കൈകാലുകൾക്കൊക്കെയും നീര് വന്ന് മടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. എഴുതാൻ പറ്റാത്തൊരവസ്ഥ എത്തുന്നു. പരീക്ഷ നഷ്ടമായ ഒരു സാഹചര്യം എത്തുന്നു. ഇവിടെയാണ് ഗുരുതരമായൊരു ആരോപണം മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. തുടർന്ന് ഇവർ നേമം പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഇപ്പോൾ നേമം പോലീസിലാണ് പരാതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആരോഗ്യ അധികൃതരെ സമീപിച്ചപ്പോൾ അത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് കാരണം എന്നുള്ളത് അറിയിട്ടില്ല. എന്തായാലും വിദഗ്ധമായൊരു അന്വേഷണം ഇതിന് വേണം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഗൗരവമായി നോക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കാട്ടാക്കടയിൽ തന്നെ ഇത്തരത്തിലൊരു യുവാവിന് ഈ ശ്വാസമുട്ടലിനെ തുടർന്നുണ്ടായ ഒരു ഇഞ്ചക്ഷൻ നൽകിയപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത് ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായൊരു പശ്ചാത്തലമുണ്ട്. ഒപ്പം കാട്ടാക്കടയിൽ തന്നെ ഒരു 4 വയസ്സുകാരിയുടെ ജീവനും നഷ്ടമായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഈ വിഷയം. എന്തായാലും മറ്റ് ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് മാത്രം ആശ്വസിക്കാം. എന്നാൽ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമല്ലെങ്കിലും ഈ കൈകാലുകൾക്കുണ്ടാകുന്ന അതിനൊരു ബുദ്ധിമുട്ട് ഉണ്ട്. തീർച്ചയായും അരുൺ മോഹൻ സൂചിപ്പിക്കുന്ന പോലെ അങ്ങേയറ്റം ഗൗരവതരമായ ഒരു വാർത്ത തന്നെയാണിത്. ഇതിന്റെ തുടർ നീക്കങ്ങൾ ഇനി എന്താകും എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണണം എന്നത് തന്നെയാണ് കൃത്യമായും പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഒരുപക്ഷെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ വലിയ തിരക്കിലാണ് എങ്കിൽ പോലും ആരോഗ്യവകുപ്പ് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണിത്. കോഴിക്കോട് മുക്കത്ത് വൻ ലഹരിവേട്ട. മൊത്തം 2.5 കിലോയോളം MDMA ആണ് പിടികൂടിയത്. മുക്കം നീലേശ്വരം പുല്ലമ്പാടി പറമ്പിൽ മുഹമ്മദ് ഹനീഫയെ 500 ഗ്രാം MDMAയുമായി ആദ്യം പിടികൂടി. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ലഹരി മരുന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗുലാം നബി ആസാദാണ് ചേരുന്നത്. ഗുലാം നബി ആസാദ്, ഇതിപ്പോൾ വലിയ അളവിൽ ആണ് ഈ ലഹരി മരുന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേരാണ് പിടിയിലായിട്ടുള്ളത്? ഇതൊരു ശൃംഖലയുടെ ഭാഗമെന്നാണോ വിലയിരുത്തുന്നത്? കോഴിക്കോട് മുക്കത്താണ് വൻ ലഹരിവേട്ട. 2.5 കിലോയോളം MDMA പിടികൂടി. മുക്കം നീലേശ്വരം പുല്ലമ്പാടി പറമ്പിൽ മുഹമ്മദ് ഹനീഫയെ 500 ഗ്രാം MDMAയുമായി ആദ്യം പിടികൂടി. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ലഹരി മരുന്ന് കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് വൻതോതിൽ MDMA കടത്തുന്ന ആൾ ആണ് മുഹമ്മദ് ഹനീഫ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.
സംസ്ഥാനത്ത് വൻതോതിൽ ഉള്ള ലഹരി വേട്ട നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴും ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാനോ അത് കുറയ്ക്കാനോ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഇത്തരം ആളുകളെ പിടികൂടുമ്പോൾ വ്യക്തമാകുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.